സെക്കൻഡ് സെഷൻ ആവുമ്പോഴേക്ക് ആ ഒരു സെന്ററിൽ റിപ്പീറ്ററായിട്ട് ഞാൻ ഒരൊറ്റ കുട്ടി മാത്രമായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് ഇല്ല, കുട്ടികളില്ല, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്. എനിക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു, ഒരു നല്ല പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് അങ്ങ് തകർന്നു പോയപ്പോൾ കുറേ പേര് അത് കാണാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് തോന്നി. എല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ റിപ്പീറ്റ്, എഞ്ചിനീയറിംഗ് ആരും റിപ്പീറ്റ് ചെയ്യില്ല, നീറ്റ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ എഞ്ചിനീയറിംഗ് ആരും ചെയ്യൂല. ആകെ ലാസ്റ്റ് വരെ നിന്നത് അമ്മ മാത്രമാണ്. അമ്മ പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കണം, നീ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, എഴുതിക്കോ. ഹായ്, പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ പെൺകുട്ടികൾ കടന്നു വരാൻ മടിക്കുന്ന ഒരു മേഖലയാണ് എഞ്ചിനീയറിംഗ്, എസ്പെഷ്യലി ജെഇ എന്ന് പറയുന്നത്. ജെഇ എന്ന സ്വപ്നവുമായി 2022 തുടങ്ങിയ യാത്ര പലതവണ കാലിടറി വീണു. 2022 ജെഇ എഴുതി, 2023 റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ജെഇ എഴുതി. എന്നിട്ടും ആ ഒരു പാഷൻ, ആ ഒരു ഫയർ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ജെഇ ക്രാക്ക് ചെയ്തേ അടങ്ങൂ എന്ന വാശിയിൽ 2023 വീണ്ടും റിപ്പീറ്റ് ചെയ്ത് 2024 ജെഇ മെയിനിൽ 95.7% സ്കോർ ചെയ്ത ഒരു പുലിക്കുട്ടിയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്, ശ്രീനന്ദന. അല്ലേ? ശ്രീനന്ദന ശരിക്കും സൈലത്തിൻ്റെ ധീര ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ വർഷം ഞാൻ ആൾറെഡി നിങ്ങളോടൊക്കെ പറഞ്ഞതുപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ജെഇ മെയിൻ എന്ന് പറയുന്നത് +2 ബോർഡ് എക്സാമിനൊപ്പം എഴുതിയെടുത്തില്ലെങ്കിൽ ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ജെഇ മെയിൻ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം അതിന് മുന്നിട്ടിറങ്ങിയ എന്നാൽ ആ സ്വപ്നം സാക്ഷാത്കരിച്ച ഒരാളാണ് ശ്രീനന്ദന. അപ്പോൾ ശ്രീനന്ദനയുടെ കഥയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ശ്രീനന്ദനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഉറപ്പായിട്ടും ശ്രീനന്ദനയുടെ കഥ എന്ന് പറയുന്ന സ്റ്റോറി എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം ജെഇ സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും ഒരു വലിയ ഇൻസ്പിറേഷൻ ആകും, ഒരു വലിയ മോട്ടിവേഷൻ ആകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് ശ്രീനന്ദനയോട് ചോദിക്കാം, ആളുടെ കഥ ശ്രീനന്ദന തന്നെ പറയട്ടെ. ഹായ് ശ്രീനന്ദന. ഒരുപാട് കാര്യങ്ങൾ ശ്രീനന്ദനയ്ക്ക് പറയാനുണ്ടല്ലോ. 2022 മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് കഥകൾ പറയാനുണ്ട്. എന്നാൽ മോള് തന്നെ പറഞ്ഞു തുടങ്ങിക്കോ, എന്താണ് മോൾക്ക് പറയാനുള്ളത്? 2022 12th കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ജെഇ എഴുതുന്നത്. അന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല, വെറുതെ എല്ലാവരും എഴുതുന്നത് കൊണ്ട് ഞാനും എഴുതുന്നു. അങ്ങനെ 10th കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ IIT എന്താണെന്ന് അറിയുന്നത്. അതുവരെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പിന്നെ 11th ഒന്നും കോച്ചിങ്ങും കിട്ടിയിട്ടില്ല, സാധാ ഒരു ട്യൂഷൻ ക്ലാസ്സിലാണ് പഠിച്ചത്. അപ്പോൾ 12th കഴിഞ്ഞപ്പം 99.3 ആയിരുന്നു എൻ്റെ മാർക്ക്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി, എന്നെക്കൊണ്ട് എന്തൊക്കെയോ പറ്റും എന്നുള്ളത്. അങ്ങനെ വീട്ടിൽ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് IIT-യിൽ പഠിക്കണം. IIT മദ്രാസ് ആയിരുന്നു അന്നേ ലക്ഷ്യം. കാരണം ഞാൻ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു വലിയ ഫാനാണ്. എൻ്റെ റോൾ മോഡൽ APJ അബ്ദുൽ കലാമാണ്. അപ്പോൾ അബ്ദുൽ കലാം പഠിച്ച സ്ഥലത്ത് തന്നെ പഠിക്കണം എന്നുള്ളത് കൊണ്ട് വീട്ടിൽ പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ ഓക്കെ പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ സ്കൂളിലത്തെ മാത്സിൻ്റെ ടീച്ചറോടാണ് ആദ്യം പറഞ്ഞത്, ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ സാറും നല്ല സപ്പോർട്ടൊക്കെ ആയി. അങ്ങനെ ഫസ്റ്റ് 2022 അന്ന് കോച്ചിങ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു കീമിൻ്റെ ക്രാഷ് എടുത്തിട്ട് എക്സാം എഴുതിയപ്പോൾ എനിക്ക് വലിയൊരു ടഫായിട്ടൊന്നും തോന്നിയില്ല, എന്നാലും കുറവാണ്, 77 അന്നുള്ളൂ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഒന്ന് ശ്രമിച്ചാൽ ഉറപ്പായും കുറച്ച് കയറാൻ പറ്റും എന്ന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ പറഞ്ഞു, ഞാൻ ഒരു കോച്ചിങ് സെൻറ്റർ ഞാൻ തന്നെ കണ്ടൊക്കെ പിടിച്ചു. അപ്പോൾ വീട്ടുകാരെല്ലാത്തിനും ഒക്കെ ആയിരുന്നു, കാരണം എന്താണോ നീ ആഗ്രഹിക്കുന്നത് അങ്ങനെ പോയിക്കോ എന്ന് പറഞ്ഞിരുന്നതാണ്. അങ്ങനെ കോച്ചിങ്ങിൽ ചേർന്നു. ആദ്യമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പോയി. ഫസ്റ്റ് ചെന്നപ്പോൾ കുറച്ചൊരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നി, കാരണം കുട്ടികളൊന്നും ഇല്ല അവിടെ. ആകെ 14 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത്. പിന്നെ ടീച്ചേഴ്സൊക്കെ അധികവും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നെങ്കിലും പിന്നെ മെല്ലെ മെല്ലെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഫസ്റ്റ് എക്സാമിനൊക്കെ നല്ല രീതിക്കൊക്കെ സ്കോർ ചെയ്തു. സെക്കൻഡ് എക്സാം തൊട്ട് ഞാൻ ഭയങ്കര ബാക്കോട്ട് പോകാൻ തുടങ്ങി. അതായത് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ. മെയിൻസ് ലെവലല്ല സംഭവം പോയത്, ഒരു അഡ്വാൻസ് ലെവലിലോട്ടാണ്. അപ്പം പെട്ടെന്ന് ഈ ഒരു ലെവലിലേക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഞാനാണെങ്കിൽ സ്റ്റേറ്റ് സിലബസ് പഠിച്ചു വന്നതാണ്. പിന്നെ കൊറോണ കാലമായതുകൊണ്ട് ഫോക്കസ് ചെയ്യുകയാണ് മെയിന്. അപ്പം കുറേ ഇൻഡെപ്തായിട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ എന്നാലും പറ്റും എന്ന് വിചാരിച്ചൊക്കെ നവംബർ വരെയൊക്കെ എത്തിയപ്പോഴാണ് ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് സെഷൻ ജാനുവരിയിലാണെന്ന്. ഞങ്ങൾക്കാണെങ്കിൽ സിലബസ് ഹാഫ് പോലും അന്ന് കംപ്ലീറ്റ് ആയില്ല. അപ്പോഴേക്കും ഇതിൻ്റെ കൂടെയുള്ള എല്ലാവരും പതറി, കാരണം ഇത് നടക്കൂല എന്ന് തന്നെ തോന്നി. ടീച്ചേഴ്സും അത്യാവശ്യം പതറി. അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ സ്പീഡപ്പ് ചെയ്തിട്ട് എടുക്കാൻ തുടങ്ങി. എന്നാൽ ഇത് തീരൂല എന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പായി. അത് വലിയ പ്രതീക്ഷയൊന്നുമില്ല, വെറുതെ എഴുതാം, നമുക്ക് മെയിനായിട്ട് സെക്കൻഡ് സെഷൻ നോക്കാം, ഫസ്റ്റ് സെഷൻ നടക്കട്ടെ, ജസ്റ്റ് ഒരു പ്രാക്ടീസ് അങ്ങനെ വിചാരിച്ചു. അങ്ങനെ എഴുതി.
ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മാർക്ക് കുറവ്. അപ്പം ആകെ ആ ക്ലാസ്സിൽ 3 പേർക്കാണ് 90% കിട്ടിയത്. 2 പേർക്ക് 90യും ഒരാൾക്ക് 94 അങ്ങനെയൊക്കെ കിട്ടി. അപ്പം ബാക്കി എല്ലാവരും ഡ്രോപ്പ് ചെയ്തു. ഈ കിട്ടിയിട്ടുള്ള 3 ആൾക്കാരാണ് പിന്നെയും കുറച്ചുകൂടെ എന്നാലും ഇതെങ്ങനെയെങ്കിലും ചെയ്യാം എന്നുള്ള രീതിക്ക് മുന്നോട്ട് വന്നത്. അങ്ങനെ പിന്നും ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ടീച്ചേഴ്സ് അവൈലബിൾ അല്ലാണ്ടായി, കുട്ടികളില്ലാതെയായി. അങ്ങനെ ലാസ്റ്റ് സെക്കൻഡ് സെഷൻ ആകുമ്പോഴേക്ക് ആ ഒരു സെൻറ്ററിൽ റിപ്പീറ്ററായിട്ട് ഞാനൊരൊറ്റ കുട്ടി മാത്രമായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് ഇല്ല, കുട്ടികളില്ല, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്. ആദ്യം വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഒരു ടീച്ചേഴ്സായിട്ട് ഇടയ്ക്ക് വരും. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ടീച്ചർ വന്ന് ക്ലാസ് എടുക്കും, പോവും, അങ്ങനെയാണ്. അപ്പോൾ വീട്ടിൽ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് തിരിച്ചു വന്ന് വിട്ടേക്ക്, പോട്ടെ, വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചില്ല, എന്തായാലും ഫീ ഒക്കെ കൊടുത്തതാണ്, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അഡ്വാൻസ് കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് വരൂ എന്ന് തന്നെ തീരുമാനിച്ചു. അന്ന് ഞങ്ങൾക്ക് അവിടെ ലീവ് ഇല്ല. ആക്ച്വലി ആകെ ഒരു സമയത്ത് മാത്രമേ വെക്കേഷൻ ഉള്ളൂ, ഒരു 10 days. അന്ന് പോലും ഞാൻ വീട്ടിൽ പോയില്ല. 10 ദിവസം ഫുൾ ഹോസ്റ്റലിൽ തന്നെ ഇരുന്ന് കുറേ പഠിച്ച് മാക്സിമം പറ്റാവുന്നതൊക്കെ അത്രയും ഗ്രൈൻഡ് ചെയ്തു. അവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ ഫുള്ള് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തു. അങ്ങനെ സെക്കൻഡ് സെഷനായി. സെക്കൻഡ് സെഷൻ ആകുമ്പോൾ വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല, എന്നാലും പഠിച്ചത് വെച്ചിട്ട് എൻ്റെ മാക്സിമം ചെയ്യാലോ എന്ന് വിചാരിച്ചു. എനിക്ക് അഡ്വാൻസിന് ക്വാളിഫൈ ആവണം, ബാക്കി അവിടെ നിന്ന് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ എഴുതി 93 point സംതിങ് ആയിരുന്നു അന്നുള്ളത്. അപ്പം അഡ്വാൻസിന് ക്വാളിഫൈ അപ്പം തന്നെ കുറച്ചൊരു വിശ്വാസം വന്നു, എന്തെങ്കിലുമൊക്കെ പറ്റും, ഇനി ഒന്നുകൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും എന്നുള്ള. അപ്പോൾ പിന്നെ ടീച്ചേഴ്സും പറഞ്ഞു ലൈക്ക് അഡ്വാൻസിന് നല്ല മാർക്ക് ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരാം. എല്ലാവർക്കും മെയിൻസ് തന്നെ സ്കോർ ചെയ്ത് അഡ്വാൻസിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. മെയിൻസ് കുറഞ്ഞവർ അഡ്വാൻസിൽ പിന്നെ നല്ല സ്കോർ ചെയ്തതുണ്ട്. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ വന്നു, അപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങി. ഞങ്ങൾക്കൊരു 2 മാസത്തോളം പിന്നെയും കോച്ചിങ് കിട്ടി. അങ്ങനെ ക്ലാസ്സിൽ പോകുമ്പോൾ ഭയങ്കര ഡിമോട്ടിവേറ്റിംഗ് ആയിരുന്നു. കാരണം അവിടെയുള്ള 12th പിള്ളേരൊക്കെ വളരെ നല്ല പെർഫോമൻസ് ആണ്. അവരെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ ഒന്നുമല്ല. അപ്പോൾ ഭയങ്കര ഡിമോട്ടിവേഷൻ വരാൻ തുടങ്ങി. ക്ലാസ്സിൽ പോകാൻ താല്പര്യമില്ലാതെയായി. അവിടെ ഓൺലൈൻ ഇല്ല, ഓഫ്ലൈനിൽ തന്നെ പോകാൻ വേണം. അങ്ങനെ താല്പര്യമില്ലാതെയൊക്കെ ആണെങ്കിലും 2 മാസം ഫുൾ ക്ലാസ്സിൽ പോയി കുറേ ബുക്സൊക്കെ എടുത്ത് പഠിച്ചു. പുറമേ നിന്നൊക്കെ നോക്കി മെറ്റീരിയൽസും എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ പഠിച്ച് ലാസ്റ്റ് അഡ്വാൻസ് എക്സാം വന്നു. അഡ്വാൻസ് എക്സാം കഴിഞ്ഞപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പഠിച്ച എന്തൊക്കെയോ ഞാൻ എഴുതിയിട്ടുണ്ട്. കോച്ചിങ്ങിനെക്കാളും ഞാൻ എന്തൊക്കെയോ സ്വയം ചെയ്തു, അത് എനിക്ക് എഴുതാൻ പറ്റി എന്നൊക്കെ ഉള്ളൊരു സന്തോഷം. അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു എൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രതീക്ഷയൊന്നുമില്ല, പക്ഷെ എൻ്റെ മാക്സിമം ഞാൻ കൊടുത്തു, അത്രയും പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഓക്കെ ചെയ്തല്ലോ, അതന്നെ വലിയ കാര്യം, കുഴപ്പമില്ല ഒക്കെ പറഞ്ഞു. മാർക്സ് വന്നപ്പം 69 ആയിരുന്നു. അപ്പം ജനറൽ കട്ട് ഓഫ് മാത്രം ക്ലിയർ ആയിട്ടില്ല, ബാക്കി എല്ലാ കട്ട് ഓഫും ക്ലിയർ ആയി. അപ്പോഴും കുറേ വിഷമമൊക്കെ ആയി, എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലൊക്കെ എത്തി. പക്ഷെ ഞാൻ ആ സമയത്ത് കീം എഴുതിയിട്ടില്ല. കാരണം എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എപ്പോഴും ഭയങ്കര വലുതാണ്. IIT NIT ഇങ്ങനെ മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ, ഞാൻ താഴ്ന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ കീം എഴുതാത്ത വീട്ടിൽ പിന്നെ പ്രശ്നം. അമ്മ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ കീം എഴുതാത്ത. അങ്ങനെ അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് NIT കിട്ടും അല്ല IIT കിട്ടും, അങ്ങനെ വിചാരിച്ചിട്ട് കീം അങ്ങ് ഒഴിവാക്കി. അതൊരു വലിയ മണ്ടത്തരം ഞാൻ ലൈഫ് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ബിറ്റ്സ് എഴുതി. ബിറ്റ്സ് എഴുതിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നും എഴുതിയതല്ല, വെറുതെ ഒരു എക്സാം കിടക്കുന്നുണ്ടല്ലോ വിചാരിച്ചിട്ട് എഴുതി. അന്ന് എനിക്ക് 180 മാർക്സ് ആയിരുന്നു. അപ്പോൾ 163 ആണ് MSc കെമിസ്ട്രിക്ക് ക്വാളിഫൈങ് മാർക്സ് എന്ന് ലാസ്റ്റ് ഇയറത്തെ കട്ട് ഓഫ് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു MSc കെമിസ്ട്രി എടുത്ത് ഡുവൽ ഡിഗ്രിയോ അങ്ങനെ വല്ല എടുത്ത് പോവാം, എന്നാലും കിട്ടുമെന്ന് വിചാരിച്ചു. ഞാൻ ഫീ ഒക്കെ അടച്ചു. ഞാൻ അത്യാവശ്യം പ്രതീക്ഷിച്ചു. ഞാൻ ബിറ്റ്സ് പിലാനി പോകാൻ വേണ്ടി അത്യാവശ്യം റെഡിയായി ഒക്കെ ഇരുന്ന്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, 6th അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും എൻ്റെ പേര് എവിടെയില്ല. അപ്പോഴേക്ക് കുറച്ച് പേടി വരാൻ തുടങ്ങി. കാരണം എല്ലാ കോളേജ് അഡ്മിഷനും അപ്പോൾ ക്ലോസ് ആയി, ബിറ്റ്സ് മാത്രമാണ് ഏറ്റവും ലാസ്റ്റ്. ഞാൻ ഹെൽപ്പ് ലൈനിലൊക്കെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരു ചാൻസും ഇല്ല, വേറെ എന്തെങ്കിലും നോക്കിക്കോന്ന്. അപ്പോഴേക്ക് വീട്ടിലൊക്കെ അത്യാവശ്യം നല്ല സീനായി. എല്ലാവരും പറഞ്ഞു എന്തിനാണ് ഈ പണിക്ക് പോയത്, വേറെ എവിടെയെങ്കിലും പോയിക്കൂടെ ഇരുന്നു. ഞാൻ കീം എഴുതാത്തതിൻ്റെ അടി വീണ്ടും തുടങ്ങി. പിന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അലോട്ട്മെൻറ്റ് നടക്കട്ടെ, വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കാം. ഞാൻ കുറേ കോളേജിലൊക്കെ വിളിച്ചൊക്കെ ചോദിച്ചു, ഏതെങ്കിലും അണ്ണാ യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലുമൊക്കെ കോളേജിലൊക്കെ ഉണ്ടാവും. കുറേ പേരോട് അന്വേഷിച്ചു, എവിടെയെങ്കിലും ഒരു കോളേജിൽ ഒരു സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു കോളേജ് സീറ്റൊക്കെ ഉണ്ട്, നല്ല ഡൊണേഷൻ കൊടുത്താൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീണ്ടും ഡൊണേഷൻ കൊടുത്തിട്ട് പോകാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഇതാണ്. പിന്നെ മേജർ റീസൺ എനിക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു, ഒരു നല്ല പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്നത്.
അത് പെട്ടെന്ന് അങ്ങ് തകർന്നു പോയപ്പോൾ കുറെ പേര് അത് കാണാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് തോന്നി. പലരെ കേൾക്കുമ്പോഴായാലും ഒരു വരി കളിയാക്കിക്കൊണ്ടോ നിനക്ക് കിട്ടിയില്ലേ പിന്നെ ആർക്ക് കിട്ടാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഞാൻ വീണ്ടും വിചാരിച്ചു ഇനിയിപ്പോ എന്താ ചെയ്യാ. അപ്പോഴേക്ക് ഇവിടെ ഓൺലൈൻ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൈലത്തില് 1 മാസം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ. അങ്ങനെ ഞാൻ സൈലത്തിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്, എനിക്ക് സ്കോളർഷിപ്പ് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞു ആ സ്കോളർഷിപ്പ് ഉണ്ട്, ഫുൾ ഫീ അടയ്ക്കണ്ട. അപ്പോൾ അത് ഞാനൊരു അഡ്വാൻറ്റേജ് ആക്കി എടുത്ത ആ റീസൺ പറഞ്ഞ് വീട്ടുകാരെ കൺവിൻസ് ചെയ്തു. ഫീ എങ്കിലും അടയ്ക്കണ്ട, ഞാൻ പഠിച്ചോളാം, ഞാൻ 1 വർഷം നന്നായി പഠിച്ചോളാം എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങനെ ഇവിടെ വന്ന് റിപ്പീറ്റിന് ചേർന്നു. പക്ഷേ ക്ലാസ് ആദ്യം തുടങ്ങുമ്പോഴൊക്കെ പഠിക്കാനൊക്കെ റെഡിയാണ്, പക്ഷേ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു ഇങ്ങനെ ആയിപ്പോയതിൻ്റെ. എല്ലാവരും ചോദിക്കും, ബാക്കിയുള്ളവർ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് പഴയ ടീച്ചേഴ്സിനെ. പലരും മെസ്സേജ് അയക്കുന്ന പേടിച്ച് ഞാൻ സോഷ്യൽ മീഡിയ മൊത്തം ഒഴിവാക്കി, പുറത്തിറങ്ങാതെയായി. ഞാൻ ആൾക്കാരെ കാണുമ്പോൾ മാറി നിൽക്കും, ആരും എന്നോട് ചോദിക്കണ്ട എന്ന് വിചാരിച്ചിട്ട്. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി. അങ്ങനെ പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി എനിക്ക്. കാരണം അവിടുത്തെ ക്ലാസ് എനിക്ക് കുറച്ച് ബോറിംഗ് ആയി തോന്നി, കാരണം ഭയങ്കര അഡ്വാൻസ് ലെവലായിരുന്നു. പിന്നെ ലാംഗ്വേജിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താ പറയുക, ഫ്രണ്ട്സ് കുറേ പേര് ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു വൈബാണ് തോന്നിയത്. അങ്ങനെ പിന്നെ ക്ലാസ്സൊക്കെ മുന്നോട്ട് പോയി. അടിപൊളി ക്ലാസ് ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് കോൺഫിഡൻസ് കൂടി. മാർക്കിൻ്റെ ഒക്കെ മുന്നേ ആദ്യം കൂടിയത് കോൺഫിഡൻസാണ്. എനിക്കിത് പറ്റും എന്ന് എനിക്ക് പൊസിഷനിൽ എത്തിയപ്പോൾ തോന്നി. അതായത് ഇതത്ര ഭയങ്കരമായ സംഭവം ഒന്നല്ല, എല്ലാവരെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം എനിക്കും പറ്റും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ പിന്നെ എന്ത് വന്നാലും ശരി, ഇപ്രാവശ്യം നല്ലോണം പഠിച്ച് ക്രാക്ക് ചെയ്യും തന്നെ വിചാരിച്ചു. ഫുൾ ഓൺലൈൻ ബാച്ച് തന്നെയായിട്ട് ഫുൾ ക്ലാസ് കണ്ടു. അങ്ങനെ എല്ലാ GIB അറ്റൻഡ് ചെയ്യാറുണ്ട്, എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഫസ്റ്റ് സെഷൻ വന്നപ്പോൾ വീണ്ടും ഭാഗ്യം എന്നെ ചതിച്ചു. 27th എൻ്റെ എക്സാം, അതായത് ഫസ്റ്റ് ഡേ പേപ്പർ. അപ്പോൾ സ്കോറൊക്കെ കാൽക്കുലേറ്റ് ചെയ്തപ്പോ വീണ്ടും പ്രതീക്ഷിച്ചു. കാരണം പണ്ടൊക്കെ പറയും 180 എന്നൊക്കെ പറഞ്ഞാൽ സേഫ് ആയി, കുഴപ്പമില്ല. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു, വീട്ടിലും ആദ്യം പറഞ്ഞു 180 ഉണ്ട്, അപ്പൊ ഞാൻ സേഫ് ആയി. അപ്പൊ വീട്ടുകാർ അത്യാവശ്യം ഹാപ്പി ആയിരുന്നു. പക്ഷെ റിസൾട്ട് വന്ന ദിവസം മരിച്ച വീട് പോലെയായിരുന്നു, ആർക്കും വിശ്വസിക്കാൻ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞപ്പോ വീണ്ടും വീട്ടുകാർ പറഞ്ഞു, ഇത് വിട്ടേക്ക്, ഇത് ഹാർഡ് വർക്ക് മാത്രം പോരാ, കുറച്ച് ലക്ക് വേണം. ഞാൻ എന്തായാലും ഇവിടം വരെ എത്തി, ഇനിയിപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നിർത്തിക്കളയാം, ഇത് ലാസ്റ്റ് വരെ നോക്കാം, ഇവിടം വരെയൊക്കെ എത്തിയില്ലേ, അപ്പം എന്തായാലും പറ്റും. അങ്ങനെ വിചാരിച്ച് വീണ്ടും ഇരുന്ന് ഞാൻ എക്സാം കഴിഞ്ഞ് അന്ന് തന്നെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് ലാസ്റ്റ് ഇയർ തൊട്ട്. അങ്ങനെ വീണ്ടും പഠിച്ച് പ്രാവശ്യം ഞാൻ കീമൊക്കെ എഴുതി, എല്ലാ എക്സാമും എഴുതി, ഒരു എക്സാമും വിടാണ്ട് എഴുതി. എന്നാലും JEE-നോട് എന്തോ ഒരു വല്ലാത്തൊരിതാണ്, അത് തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ളൊരിത്. അങ്ങനെ സെക്കൻഡ് സെഷൻ വന്നപ്പോൾ ആണ് ഒരു സമാധാനമായത്, ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ളൊരു സമാധാനമായി. അപ്പോൾ 95.7. ഇപ്പോൾ വീട്ടുകാർക്ക് ഒരു അത്യാവശ്യം 95 എങ്കിലും കടന്നല്ലോ, കഷ്ടപ്പെട്ടതിന് എന്തെങ്കിലും ഒരു ബലം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് പിന്നെ കീമൊക്കെ എഴുതി. വലിയ ഒരു കുഴപ്പമില്ലാതെ എങ്ങനെയായിരിക്കും, ഹാപ്പിയാണിപ്പോ. അതെ, ഞാൻ പറഞ്ഞത് ഒരു നീണ്ട കഥയാണ് ശരിക്കും ശ്രീനന്ദനയുടേത്. 2022 മുതൽ ഇങ്ങോട്ടുള്ള വലിയൊരു കഥ ശ്രീനന്ദന പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പെൺകുട്ടിയാണ് JEE എഴുതണം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ചില എതിർപ്പുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, എന്റെ അച്ഛൻ എഞ്ചിനീയർ ആയതുകൊണ്ട് അച്ഛൻ എന്നെ എഞ്ചിനീയർ ആക്കാനുള്ള ഭയങ്കര അച്ഛൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്. അപ്പൊ അച്ഛൻ എന്നെയും ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആക്കണം എന്ന് പണ്ടേ ആഗ്രഹമുണ്ട്. അമ്മയ്ക്ക് ആക്ച്വലി ഞാൻ നീറ്റ് എഴുതണം എന്നായിരുന്നു ആഗ്രഹം. അമ്മ ഇപ്പോഴും പറയും നീറ്റ് മതിയായിരുന്നു എന്ന്. പക്ഷെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടം, എല്ലാവർക്കും അങ്ങനെ ആരും എതിർപ്പൊന്നും പറയാറില്ല. എനിക്ക് ഇഷ്ടം അതാണ്, നീ അത് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ചെയ്തു. പക്ഷെ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു ചെറിയൊരു ട്രാജഡിയും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ എതിർപ്പുകൾ വന്നിട്ടുണ്ടാവില്ലേ? അവിടെ ഒരുപാട് വന്നിട്ടുണ്ട്. ഒരാൾ പോലും പറഞ്ഞിട്ടില്ല ചെയ്തോന്ന്. എല്ലാരും ഇങ്ങനെ പറഞ്ഞ റിപ്പീറ്റ്, എഞ്ചിനീയറിംഗ് ആരും റിപ്പീറ്റ് ചെയ്യൂല, നീറ്റ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ എഞ്ചിനീയറിംഗ് ആരും ചെയ്യൂല. കാരണം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അധിക കോളേജിലും ഏജ് ഒരു പ്രശ്നമാണ് എഞ്ചിനീയറിംഗിന്, മെഡിക്കൽ പോലെയല്ല. അപ്പൊ എല്ലാരും പറഞ്ഞു എന്റെ ഏജ് കൂടുകയാണ്, വെറുതെ സമയം കളയണ്ട, എവിടെയെങ്കിലും പഠിച്ചാൽ മതി, കോളേജ് ഒന്നും വലിയ കാര്യം, എന്തെങ്കിലും പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആകെ ലാസ്റ്റ് വരെ നിന്നത് അമ്മ മാത്രമാണ്. അമ്മ പറഞ്ഞു നിനക്ക് പഠിക്കണം, നീ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, എഴുതിക്കോ. പിന്നെ കസിൻസ് ഒക്കെ പറഞ്ഞു, അപ്പൊ അവരൊക്കെ പറഞ്ഞു എനിക്ക് പറ്റും തോന്നുന്നുണ്ടോ ഈ എഴുതിക്കോ, ഞങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ട്.
അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ചെയ്യുന്നുണ്ട്, എന്തായാലും കഷ്ടപ്പെടുകയല്ലേ, ചെയ്തോട്ടെ എന്ന് തന്നെ പിന്നെ വിചാരിച്ചു. ആളുകളൊക്കെ പതിയെ അത്രയും സമയത്തും എതിർപ്പ് പ്രകടിപ്പിച്ച ആളുകൾക്ക് പിന്നെ പതിയെ സപ്പോർട്ട് ചെയ്യാൻ എന്നാലും തുടങ്ങി. എക്സാം കഴിയുന്നവരെല്ലാരും പറയാറുണ്ട് ഇനി ഒരു വർഷം കൂടെ വേസ്റ്റ് ചെയ്യില്ല, ഇത് ലാസ്റ്റ് ആണ്, ഇനി ചെയ്യരുത്, ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്. അധികം ആളും വിചാരിക്കുന്നത് ഞാൻ ഇത് നിർത്താണ്ട് ചെയ്യാൻ പോവാണെന്ന്. അപ്പോൾ അധികവും ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ട് ഇനി ഇത് ചെയ്യണ്ട കേട്ടോ, ഇത് തന്നെ അധികമാണ്, ഇങ്ങനെയൊന്നും ആരും ചെയ്യൂല, പ്രായം നോക്കണം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ മോള് നമ്മുടെ ഒരു ഓൺലൈൻ റിപ്പീറ്റർ ആയിരുന്നല്ലേ. അപ്പോൾ പൊതുവേ ഉള്ള ഒരു ധാരണ എന്ന് പറയുന്ന ഒരു ജെഇ പോലെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓൺലൈൻ പ്രിപ്പറേഷൻ പോരാ എന്ന് വിചാരിക്കുന്ന കുറേ ആളുകൾ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുണ്ട് അല്ലേ. മോൾക്ക് എന്താണ് ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്? ആക്ച്വലി ജെഇ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര മഹാസാഗരമൊന്നല്ല. ആര് വിചാരിച്ചാലും നമ്മൾ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ സ്കാമും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റാത്തൊരു സാധനമൊന്നും അല്ല ജെഇ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഓഫ്ലൈനും ഓൺലൈനും ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് ആ എക്സ്പീരിയൻസിൽ ഓൺലൈനാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമുക്ക് സൗകര്യത്തിന് പഠിക്കാം. നമുക്കിപ്പോ ഏതൊരു ടൈമാണോ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ആ ഒരു ടൈമിൽ നമുക്ക് പഠിക്കാം, വീണ്ടും വീണ്ടും കേൾക്കാം. നമ്മളിപ്പോ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അതേ ടീച്ചറിനോട് തന്നെ ഇത് മൊത്തം വീണ്ടും പറയുന്ന ആരും പറയില്ല അല്ലെ. ഒരു കോൺസെപ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് സ്പീഡപ്പ് ചെയ്ത് പറയുള്ളൂ. പക്ഷെ ഇത് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും കേൾക്കാം. ഒരു ടോപ്പിക്കിന്റെ ഒരു ചാപ്റ്ററിന്റെ 2 പേരെടുത്ത ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ പേളില് വീഡിയോസ് ഉണ്ടാവും. ഏത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കാണാം, എത്ര ടൈം വേണമെങ്കിലും കാണാം. അതിലിപ്പോ ലൈവ് കണ്ടില്ലെങ്കിൽ കുറച്ച് സ്പീഡ് ചെയ്ത് കാണേണ്ട ആൾക്കാരാണ്. എനിക്ക് ചില കോൺസെപ്റ്റ് ഒക്കെ നല്ല ക്ലിയർ ആയിരുന്നു, ഞാൻ ഓൾറെഡി പഠിച്ചതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ ലൈവ് കയറാണ്ട് ലൈവ് കഴിഞ്ഞതിന് ശേഷം റെക്കോർഡഡ് കുറച്ച് സ്പീഡ് ചെയ്തിട്ട് കാണും. ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ സ്പീഡ് ചെയ്തിട്ട്, അങ്ങനെയൊക്കെയുള്ള സൗകര്യം ശരിക്കും ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ. റിപ്പീറ്റ് ചെയ്യാൻ ഒരു കണക്കിന് പറഞ്ഞാൽ വളരെ നല്ലത് ഓൺലൈൻ തന്നെയാണ്. കാരണം നമ്മളെ സൗകര്യത്തിന് പഠിക്കാൻ പറ്റുക അതൊരു വലിയ കാര്യമാണ്. അല്ല, നമുക്കിപ്പോ വീട്ടിൽ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ല, നമ്മൾ അത്രയും പാഷനേറ്റ് ആണ്, വളരെ ഫോക്കസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയി കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും തന്നെയാണ് മോള് പറയുന്നത്. ഹോസ്റ്റലൊക്കെ ആകുമ്പോൾ ചിലപ്പോ ചില സ്ഥലത്തൊക്കെ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും കുറെ പേര് ഒരുമിച്ചൊക്കെ ഒരേ പ്രായക്കാരുണ്ടാവുമ്പോൾ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരും. പക്ഷെ ഓൺലൈൻ അങ്ങനെയൊന്നുമില്ല. എന്റെ വീട്ടിൽ തീരെ എനിക്ക് ഡിസ്ട്രാക്ഷൻസ് ഇല്ല, അതുകൊണ്ട് പിന്നെ ഓൺലൈൻ ഇരുന്ന് ഏറ്റവും സുഖം പഠിക്കാൻ. അപ്പൊ പരീക്ഷകള് നമ്മൾ ജെഇക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പരീക്ഷകൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലേ. എത്രത്തോളം പരീക്ഷകൾ എഴുതിയിട്ടുണ്ടാവും ഏകദേശം കഴിഞ്ഞൊരു വർഷം? സൈലത്തിന്റെ എല്ലാ എക്സാമും എഴുതിയിട്ടുണ്ട്. ഒരു എക്സാം വിടാണ്ട് എഴുതിയിട്ടുണ്ട്. GIB എഴുതാറുണ്ട്, അല്ലാതെ ആപ്പിൽ ഉണ്ടാവാറുണ്ട് ഓരോ മൊഡ്യൂൾ എക്സാംസ്, അതെല്ലാം തന്നെ എഴുതാറുണ്ട്. നമുക്ക് ശരിക്കും എല്ലാ ദിവസവും എക്സാം ഉണ്ടായിരുന്നില്ല. ഡെയിലി ക്വിസ് ഉണ്ടായിരുന്നു, വീക്കിലി എക്സാമുകൾ ഉണ്ടായിരുന്നു, പിന്നെ ഗ്രാൻഡ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, പിന്നെ അതിന് പുറമെ GIB ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സൈലത്തിന്റെ GIBയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം, അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരുന്നു എന്നുള്ള കാര്യം. ശരിയല്ലേ? കാരണം എനിക്ക് തോന്നുന്നു സൈലം മാത്രമാണ് ശരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് മോക്ക് എക്സാമുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ശരിക്കും GE എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണല്ലോ. അത് എത്രത്തോളം മോളെ സഹായിച്ചിട്ടുണ്ടാവും? കമ്പ്യൂട്ടർ ബേസ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ അല്ലാത്ത ഒരു ഇപ്പൊ എക്സാം എഴുതാൻ പോകുമ്പോൾ പഠിച്ച സാധനത്തിനേക്കാളും കൂടുതൽ എക്സാമിനെ കുറിച്ച് പ്രിപ്പയർഡ് ആവണം. അല്ലാതെ എക്സാം എങ്ങനെ പോകും, ഇതെങ്ങനെയായിരിക്കും, അങ്ങനെ ടെൻഷൻ അടിച്ചാൽ തന്നെ കുറെ കാര്യങ്ങൾ മറന്നു. പക്ഷേ GIB എഴുതുന്നോണ്ട് എനിക്ക് ആക്ച്വലി ജെയും GIBക്ക് പോകുന്ന പോലെ തന്നെയാണ് പോയത്. അതിനെക്കുറിച്ച് ഒരു ടെൻഷൻ അങ്ങനെ വന്നിട്ടില്ല കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ. പിന്നെ ഞാൻ ഓൾറെഡി ഒന്ന് പ്രിപ്പയർഡ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഓക്കെ ആയി തന്നെ പോയി. GIB വളരെ നല്ല രീതി, ശരിക്കും വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിലാണ് GIB നടന്നത്. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനത്തെ ഒന്നും തന്നെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഏതെങ്കിലും എക്സാം സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എല്ലാ എക്സാം എഴുതിയിട്ടുണ്ട്. അങ്ങനെ കാര്യം ചോദിക്കട്ടെ, പൊതുവെ ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് എക്സാമുകൾ എഴുതാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവില്ലേ? ഇല്ലേ? മാത്രമല്ല ഇതിന്റെ ഒരു റിസൾട്ട് വരാനുള്ള ഒരു കാലതാമസം ഒക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, റിസൾട്ട് ഒക്കെ പെട്ടെന്ന് വരാറ്. GIBയുടേതാണെങ്കിലും 2 ദിവസത്തിനുള്ളിൽ വരാറുണ്ട്. മറ്റേ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ചില എക്സാമുകൾ അപ്പൊ തന്നെ വരാറുണ്ട്, ചിലത് കുറച്ച് ടൈം കഴിഞ്ഞ്. അത് കറക്റ്റ് ടൈം പറയും, ഇന്ന ദിവസം 5 മണിക്ക് ആ ടൈമിന് വരും. ഓക്കെ, നമ്മള് ഒരു ഡിസംബറോട് കൂടി നമ്മുടെ പോർഷൻസ് എല്ലാം തീർന്നിരുന്നു ഓൺലൈനിൽ അല്ലേ? എന്നിട്ട് പിന്നെ നമ്മൾ LMRP എന്ന് പറയുന്ന ഒരു പുതിയ റിവിഷൻ പ്രോഗ്രാം ആയിരുന്നു കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു LMRP? ആദ്യം കോൺസെപ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇടയ്ക്കിടയ്ക്ക് എക്സാം നടക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ചിലതൊക്കെ ഇങ്ങനെ മറന്നു പോകുന്ന പോലെ തോന്നി. പക്ഷെ LMRP വന്നപ്പോൾ വീണ്ടും റിവിഷനും ക്വസ്റ്റ്യനും എല്ലാം ഒരുമിച്ച് തന്നെ നടന്നത്. LMRP കഴിഞ്ഞപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കാരണം കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ LMRP കഴിഞ്ഞ് ഫസ്റ്റ് ഫേസ് എക്സാം ജനുവരിയിൽ കഴിഞ്ഞ സമയത്ത് അതിൽ
നല്ല പേഴ്സൻറ്റേജ് സ്കോർ ചെയ്ത കുട്ടികളെല്ലാം നമ്മൾ നമ്മുടെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസിലേക്ക് വിളിക്കുകയും സെക്കൻഡ് ഫേസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇവിടെ നിന്ന് കംപ്ലീറ്റ്ലി എല്ലാം ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മോളെ വിളിച്ചിരുന്നു? വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വന്നിട്ടില്ല. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ട് ആദ്യം എൻ്റെ 2-3 വട്ടം വിളിച്ചു, ഇതായിരിക്കും നല്ലത് വരുന്നോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ ഈ കാരണമൊക്കെ കൊണ്ട് വീട്ടിൽ തന്നെ നിൽക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ മോള് സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഫേസ് വരെ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരുന്നു, ഫുൾ ഓൺലൈൻ ആയിരുന്നു. സോ അങ്ങനെ ശ്രീനന്ദനയുടെ കഥ ഇപ്പോൾ എല്ലാവരും കേട്ടു. ശരിക്കും ഇൻസ്പയറിംഗ് ആണ്, ശരിക്കും മോട്ടിവേറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ജെയ് സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും, എസ്പെഷ്യലി പെൺകുട്ടികൾക്ക്, കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഗേൾസ് ജെയ് എന്ന് പറയുമ്പോൾ ചെറിയൊരു മടി ഇപ്പോഴും ഉണ്ടല്ലേ. പൊതുവേ നീറ്റിനോടും MBBSനോടുമാണ് കൂടുതൽ ആളുകൾക്കും ഇഷ്ടം തോന്നുന്നു. പക്ഷെ അതിനൊരു അപവാദമാണ് ശരിക്കും ശ്രീനന്ദന. അങ്ങനെ 2024 ജെയ്യുടെ ഏപ്രിൽ നടന്ന സെക്കൻഡ് ഫേസ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് 95.7% മോള് സ്കോർ ചെയ്തു. എന്താണ് മോളുടെ ഒരു ഇപ്പോഴത്തെ ഒരു ആഗ്രഹം? എന്താ, എവിടെ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടും എന്നാണ് മോള് പിന്നെ ആഗ്രഹിക്കുന്നത്? ഞാനിപ്പോ എല്ലാ എക്സാംസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഐസറാണ് ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഒരു സയന്റിസ്റ്റ് ആവണം എന്നാണ് ആഗ്രഹം. അപ്പോൾ റിസർച്ച് ഫീൽഡാണ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടം. അപ്പോൾ ഐസർ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിന് തന്നെ പോകും. അല്ല കീമാണ് കിട്ടുന്നത്, ഞാൻ എന്താണെങ്കിലും അത് ഞാൻ പഠിക്കും. എനിക്ക് ലാസ്റ്റ് എൻ്റെ പ്ലാൻ ഒരു സ്ഥലത്താണ്, അപ്പോൾ എനിക്ക് അവിടേക്ക് എത്തിയാൽ മാത്രം മതി. അപ്പോൾ എവിടെയാണെങ്കിലും പോകും. ഇനി വരാൻ പോകുന്നൊരു തലമുറയോട്, ഇനി വരാൻ പോകുന്ന ജൂനിയേഴ്സിനോട്, എസ്പെഷ്യലി ഗേൾസിനോട് തന്നെ എന്ന് പറയാൻ വേണമെങ്കിൽ എന്താ അവരോട് പറയാനുള്ളത് മോൾക്ക്? മോളുടെ ഒരു അനുഭവത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവില്ലേ? നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാകും, എനിക്കിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആര് പറയുന്നത് നോക്കേണ്ട കാര്യമില്ല. നമ്മളെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ കുറേ പേരുണ്ടാവും, നാട്ടുകാർ, വീട്ടുകാർ. പക്ഷേ അറ്റ് ലാസ്റ്റ് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്താൽ അത് നന്നായാൽ അവർ വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ കുറ്റം പറയും. ഇതൊരിക്കലും മറ്റൊരാളെ എഫക്റ്റ് ചെയ്യാനേ പോകുന്നില്ല. നമ്മൾ വെറുതെ അവരുടെ അഭിപ്രായം നോക്കിയിട്ട് നമ്മളെ ലൈഫ് ഒരിക്കലും കൊളാക്കരുത്. നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടപ്പെട്ടത് പഠിക്കുക. ഇഷ്ടപ്പെടാണ്ട് ഒരു കാര്യം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇഷ്ടപ്പെട്ടാൽ തന്നെ പഠിക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സ് കുറച്ചൊരു ടഫാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുകയും കൂടെ ചെയ്തില്ലെങ്കിൽ പിന്നും ടഫാവും. അപ്പം എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് പഠിക്കുക. പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട. അല്ല പാരൻസിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യിപ്പിക്കുക. അല്ലാതെ ജെയ് അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു എക്സാം ഒന്നുമല്ല. ആര് വിചാരിച്ചാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ഏവറേജ് സ്റ്റുഡൻറ്റിന് പോലും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത്ര ടഫായിട്ടുള്ളൊരു എക്സാം അല്ല ജെയ്. ഓക്കെ, അപ്പോൾ ഇൻസ്പയറിംഗ് ആയ, മോട്ടിവേറ്റിംഗ് ആയ ഒരു ജെയ് സ്റ്റോറി നമ്മൾ കേട്ടു. അപ്പോൾ ഇനിയും മടിച്ചു നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. എന്നെ കൊണ്ട് പറ്റുമോ, ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ, കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെയുള്ളൊരു മറുപടിയാണ് ശരിക്കും ശ്രീനന്ദൻ ഇപ്പോൾ പറഞ്ഞത്. സോ ഉടനെ തീരുമാനം എടുക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിലൊരു പാഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലൊരു വാശി ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് നേടിയെടുക്കാൻ പറ്റും. സോ 2025 ജെയ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാകട്ടെ. ഗംഭീരമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ മോളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാകട്ടെ. ഓൾ ദി ബെസ്റ്റ്.